ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. വീണ്ടും വീണ്ടും കർത്താവിൽ ആനന്ദിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ സമൃദ്ധമായി ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനെ സ്തുതിച്ചു പാടിക്കൊണ്ട് ആരാധിക്കുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ചു പാടാം. കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കർത്താവിൻ ദൈവ കൃപ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. സങ്കീർത്തന പുസ്തകം 115 സങ്കീർത്തനം 17-18 ദൈവവചനങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു: മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും, കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം ഓർമ്മിപ്പിക്കുവാണ്, ആരാണ് ദൈവത്തെ സ്തുതിക്കാത്തത്? അല്ലെങ്കിൽ ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റാത്തത്? മരിച്ചുപോയവര്, മൃതരായവര്, അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. ശരീരത്തിൽ മരിച്ചുപോയവരും ഇനി ആത്മാവിൽ മരിച്ചുപോയവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവജനം, ദൈവത്തെ അറിയുന്നവർ, ജീവനുള്ളവർ, ശരീരത്തിൽ ജീവനുള്ളവർ, ആത്മാവി ജീവനുള്ളവർ, നമ്മളാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ളവര് കർത്താവിനെ സ്തുതിക്കാൻ മനസ്സില്ലാത്തവര്, കർത്താവിനെ സ്തുതിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ ധാരാളമൊക്കെ ഉണ്ടാവും. അവരെ വിട്ടേക്ക്. മറിച്ച് ഇന്ന് നമുക്ക് ജീവനുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ദൈവകൃപയുണ്ടെങ്കിൽ, നമുക്ക് ആത്മാവിൽ ജീവനുണ്ടെങ്കിൽ, നാം ഈ കർത്താവിൻ്റെ കൃപയും മഹത്വവും അനുഭവിക്കുന്നെങ്കിൽ നമ്മളാണ് ദൈവത്തെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ നാം കർത്താവിനെ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് സങ്കീർത്തനം വീണ്ടും പറയുവാണ്, 71-ാം സങ്കീർത്തനം 22-ാം വാക്യം: എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്ത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. നോക്കിക്കേ, സങ്കീർത്തൻ പറയുക, ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ആനന്ദത്തോടെ, സന്തോഷത്തോടെ, താളമേളങ്ങളോടെ, വാദ്യ ഉപകരണങ്ങളോടെ ഞാൻ നിന്നെ സ്തുതിക്കും. കാരണം ഞാൻ നിന്നെ സ്തുതിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാ എന്ന് ഉള്ള ബോധ്യം എനിക്ക് ഉണ്ട്. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുവാണ്, നാം ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 9-ാം വാക്യം വചനം പറയുന്നു: ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെ കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുൻപാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും. ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു പറയും. ആരാ ജെറുസലേം? ജെറുസലേം എന്ന് പറഞ്ഞ ദൈവാരാധനയുള്ള ഭവനമാണ്. ജെറുസലേം എന്ന് പറഞ്ഞ ദൈവാരാധനയുള്ള വ്യക്തിത്വങ്ങളും ജീവിതങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുവാണ്, ജെറുസലേമിന്, ആരാധിക്കുന്നവന്, സ്തുതിക്കുന്ന കുടുംബത്തിന് ദൈവം നൽകുന്ന നന്മകളെ കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെ മുമ്പാകെ ഈ നഗരം, ഈ വ്യക്തി, ഈ ഭവനം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമായി തീരും. കർത്താവിൽ ആനന്ദിക്കുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി ആരാധിക്കുവാണ്, കർത്താവിനെ സ്തുതിക്കുവാണ്. ഗാനത്തിൻ്റെ വരികൾ നമ്മോട് ആവശ്യപ്പെടുവാണ്: സ്തുതി സ്തുതി എൻ മനമേ, സ്തുതിക്കുക, ആനന്ദിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ മനസ്സിൻ്റെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമായിട്ട് മാറേണ്ടതാണ്. ഗാനത്തോട് ചേർന്ന് പാടി, സന്തോഷത്തോടെ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവസ്തുതി എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം, ദൈവകൃപകൾ സ്വീകരിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ,
നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ആനന്ദത്തോടെ പാടിക്കേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. കർത്താവിനെ സ്തുതിക്കട്ടെ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, ഈശോയേ, പാടുക നീ എന്നും നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ആനന്ദത്തോടെ പാടി, സ്തുതി സ്തുതി എൻ മനമേ, വലിയ സന്തോഷത്തോടെ സ്തുതികളിൽ ഉന്നതനേ. എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കും. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ, ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഹല്ലേലൂയ പാടിക്കേ. എല്ലാവരും സ്തുതിച്ചേ, എല്ലാവരും ആരാധിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ, സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. മനസ്സിനോട് പറയേ, എന്റെ ദൈവത്തെ എന്നും എപ്പോഴും മനസ്സിനോട് പറയേ, എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന എനിക്ക് ആനന്ദമാ. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നതോറും എന്റെ ജീവിതത്തിലെ കർത്താവ് സന്തോഷം ചൊരിയും, ആനന്ദം ചൊരിയും. ഈശോയേ, 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 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യം ദൈവവചനം നമ്മോട് പറയുകയാണ്. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. കഷ്ടപ്പാടി കഴിയുന്ന ഒരു ദൈവജനത്തോടാണ് ദൈവം ഇത് പറയുക. അടിമത്തത്തിലേക്ക് പോയ ദൈവജനത്തെ ദൈവം പറയുക, നീ അനുതപിക്ക്, നീ കർത്താവിനെ വിളിക്കാൻ ആരംഭിക്ക്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്ക്, നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്ക്. അങ്ങനെ നീ അനുതപിക്കുകയും ദൈവത്തെ വിളിക്കുകയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുകയും ചെയ്യാൻ ആരംഭിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മ മടിയിലിരുത്തി ആശ്വസിപ്പിക്കുന്ന പോലെ, കണ്ണുനീരൊപ്പുന്ന പോലെ നിന്റെ കണ്ണുനീര് ഞാൻ ഒപ്പും. ഇനി അമ്മ നിനക്ക് സുഖനിദ്രയ്ക്ക് വഴിയൊരുക്കുന്നത് പോലെ ശാന്തമായി കിടന്നുറങ്ങാൻ തക്കവണ്ണം നിനക്ക് സുരക്ഷിതത്വം ഞാൻ തരും. ദൈവത്തിന്റെ വാക്ക, ദൈവത്തിന്റെ വചനവും. ഇനി കർത്താവ് പറയുന്ന കാര്യം, ആവശ്യപ്പെടുന്ന കാര്യം കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവിന് മഹത്വമായിട്ട് ജീവിക്കാനും നാം ആരംഭിക്കുമ്പോൾ ദൈവം ഈ വാഗ്ദാനം പൂർത്തീകരിക്കും. ഗാനത്തിന്റെ വരികൾ നമ്മോട് പറയുകയാണ്, അമ്മയെ പോലെ നാഥൻ നമ്മുടെ ദൈവം നമ്മെ താലോലിച്ചിടുന്നു. അങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കർത്താവ് നമുക്ക് വഴിയൊരുക്കുന്നു. ഈ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ പോലെ നാഥൻ ആലോലിത്തണച്ചിടുന്നു. ഈശോയേ, അമ്മയെ പോലെ നാഥൻ ആലോലിച്ചണച്ചിടുന്നു. ചെന്ന് പാടിക്കേ. അമ്മയെ പോലെ നാഥൻ ആലോലിത്തണച്ചിടുന്നു. എന്റെ നാഥൻ, എന്റെ ദൈവം, എന്റെ ഈശോ. അമ്മയെ പോലെ നാഥൻ പരിപാലിക്കുന്ന എന്റെ കർത്താവ്. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി. ആനന്ദത്തോടെ പാടിക്കേ.
സ്തുതി സ്തുതി എൻ മനമേ, എല്ലാവരും സ്തുതിക്കട്ടെ. സ്തുതികളിലുന്നതനേ, ആവേശത്തോടെ പാടി ആരാധിക്കട്ടെ. നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുകമിയെന്നും മനമേ, ദോഷത്തോടെ പാടി പാടുകമിയെന്നും മനമേ. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതി സ്തുതി എൻ മനമേ, ഒന്ന് ചേർന്ന് പാടി. സ്തുതികളിലുന്നതനേ, ഈശോയെ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുകമിയെന്നും മനമേ, പാടുകമിയെന്നും മനമേ. ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ എല്ലാ ദിവസവും നിന്നെ ഞങ്ങൾ എന്നും എപ്പോഴും നിനക്ക് ആരാധനയും സ്തുതിയും ഞങ്ങൾ ചെയ്യുന്നവൻ. അല്ല, അനുഗ്രഹിക്കുന്ന കർത്താവാണല്ലോ. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ ആരാധിക്കുന്നു. ഈശോയെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവമേ, സർവശക്തനായ ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഈശോയെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുന്നുണ്ടോ, നഷ്ടങ്ങൾ വരുന്നുണ്ടോ, അവിടെയും കഷ്ടങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും നോക്കാതെ, വേദനകളിലേക്ക് നോക്കാതെ നമുക്ക് കർത്താവിലേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ, ഈ കഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മെ ആ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും എല്ലാ വേദനയിൽ നിന്നും എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് കാനത്തിന്റെ വരിക നമ്മോട് പറയുക. കഷ്ടങ്ങൾ ഏറുമ്പോഴും നഷ്ടങ്ങൾ വരുമ്പോഴും വേദനയും അസ്വസ്ഥയും കടന്നു വരുമ്പോഴും ഒരു പക്ഷെ മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത സാഹചര്യം വരുമ്പോഴും കർത്താവിലേക്ക് നോക്കാൻ പറ്റുമോ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ദൈവം വഴിയൊരുക്കുന്ന അനുഭവം. ഇതല്ലേ നമ്മൾ കാണുക. ദാവീദ് രാജാവ് കൊല്ലപ്പെടാൻ പോകുന്നു എന്നുള്ള വലിയൊരു ഭീഷണി നിലനിൽക്കുമ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി സാവൂളും ഭടന്മാരും പുറകെ വരുന്നുണ്ട്. ആളും സഹായിക്കാനില്ല. ഒളിച്ചോടുന്ന അവസരത്തിലും അവൻ ദൈവത്തെ സ്തുതിച്ചു. ആ ദൈവ ആരാധന, ദൈവസ്തുതി, ദൈവത്തിൽ അഭയം വെച്ച അവന്റെ മനോഭാവം അവന്റെ ജീവിതത്തിൽ രക്ഷയായിട്ട് മാറി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പല പ്രശ്നമുണ്ട്, പല കണ്ണുനീരിന്റെ അനുഭവമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തെങ്കിലേക്ക് നമുക്ക് കണ്ണുയർത്താം. ആ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ദൈവമഹത്വമാക്കി മാറ്റാനും പരിശ്രമിക്കാം. അപ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നാം മനസ്സിലാക്കും. ഗാനത്തോട് ചേർന്ന് പാടി നാം പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റ മടുത്ത തുണയായി, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റ മടുത്ത തുണയായി, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റ മടുത്ത തുണയായി, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റ മടുത്ത തുണയായി, ഘോരവൈരി തന്നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. ഘോരവൈരിതൻ നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കും. ഈശോയെ എന്റെ ദൈവമേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. സ്തുതികളിലുന്നതനേ, സന്തോഷത്തോടെ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുകമിയെന്നും മനമേ, ഈശോയെ പാടുകമിയെന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ,
നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. നിന്റെ ജീവിതത്തിൽ ഭാരങ്ങളാൽ നീ അവശയാകുന്നുണ്ടോ നീ കർത്താവ് വിളിക്കുക, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിനക്ക് ശക്തി തരാം, ഞാൻ നിനക്ക് ബലം തരാം, നിനക്ക് പോകാനുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളും ശക്തിയും നമുക്ക് മനസ്സിലാക്കാം. സംഗീതത്തിന് പ്രകാരം പറയുന്നു, 18-ാമത്തെ അധ്യായം 49-ാം വാക്യം, ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും, അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. ജനതകളുടെ മധ്യേ, മറ്റുള്ളവരുടെ മുമ്പാകെ നമുക്ക് കർത്താവിന്റെ നാമത്തെ സ്തുതിക്കാം, കർത്താവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാം. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് സാക്ഷിയാകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ദൈവത്തിന് സാക്ഷിയാകാൻ വേണ്ടി ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഗാനത്തോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുവാണ്, പ്രഖ്യാപിക്കുവാണ്, എൻ്റെ ജീവിതത്തിൽ ഭാരം വരുമ്പോഴും അസ്വസ്ഥ വരുമ്പോഴും ഞാൻ നിരാശയാവുകയില്ല, മറിച്ച് ഞാൻ കർത്താവിൽ ധൈര്യപ്പെടും, കർത്താവിനെ സ്തുതിക്കും, കർത്താവ് എന്നെ കാത്തുകൊള്ളും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി ആരാധിക്കുന്നു. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും പാടിക്കേ. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും. ആവർത്തിച്ചു പാടി പ്രഖ്യാപിച്ചോണ്ട് വിശ്വാസം പ്രഖ്യാപനം. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും ഈശോയേ, ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. പിളർന്നിടുമൊരടി പിണരാ തമ്മിടുന്നു രോഗസൗഖ്യം, ഈശോയേ, തമ്മിടുന്നു രോഗസൗഖ്യം. എൻ്റെ കർത്താവിന്റെ ദൈവം തന്നിടുമൊരടി പിണരാ, തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു സന്തോഷത്ത് രോഗസൗഖ്യം. പാടി സ്തുതിച്ചു പാടി. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും പാടിക്കേ, ചെന്ന് പാടിക്കേ, സ്തുതി സ്തുതിയൻ മനമേ, ആവേശത്തോടെ പാടിക്കേ, സ്തുതികളിലുന്നതനേ, സന്തോഷത്തോടെ പാടിക്കേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും ആവർത്തിച്ചു പാടി. എന്റെ മനസ്സ് ഞാൻ സ്തുതിയൊരുക്കും, സ്തുതിയൻ മനമേ, എന്റെ ദൈവത്തിനായിട്ടൊരു സ്തുതിയുടെ സിംഹാസനം ഒരുക്കും. സ്തുതികളിലുന്നതനേ, ഈശോയെ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും ഈശോയെ, മനമേ. ഈശോയെ, സ്തുതി സ്തുതിയൻ മനമേ, ശക്തനായ ദൈവമേ, സ്തുതികളിലുന്നതനേ, രക്ഷിക്കുന്ന കർത്താവേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും എല്ലാവരും മനമേ. ശ്രദ്ധിക്കട്ടെ, ആരാധിക്കട്ടെ, നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, രക്ഷിക്കുന്ന യേശുവേ ദൈവമേ, യേശുവേ നന്ദി, അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, 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 കർത്താവേ, നിന്റെ നാമത്താൽ ഈശോയെ, നിന്നെയാൾ ഞങ്ങൾ പാടി ആരാധിക്കുന്നു.
നിന്റെ കൃപയാ ഞങ്ങൾ നിറയട്ടെ, നിന്റെ സന്തോഷത്താ ഞങ്ങൾ നിറയട്ടെ. ഈശോയെ, ദൈവാരാധന വാഗ്ദാനം ചെയ്യുന്ന സകല ഐശ്വര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഈശോയെ, ഒരാളെങ്കിലും ഈ കൂട്ടായ്മയോട് ചേർന്ന് സ്തുതിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ ആ കുടുംബത്തിലേക്ക് സ്വർഗീയ ചൈതന്യം കടന്നു വരട്ടെ. സ്വർഗത്തോട് ചേർന്ന് ആരാധിക്കുന്ന ഭവനങ്ങളിലേക്ക് സ്വർഗീയ സന്തോഷം വരട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ, എല്ലാ വെറുപ്പ് വിദ്വേഷങ്ങളും മാറട്ടെ. ഈശോയെ, നിന്റെ നാമം രക്ഷയായിട്ട് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് നിന്റെ നാമം ദൈവാരാധന രക്ഷയായിട്ട് മാറട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ പോകുന്നിടത്തൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഉദ്യമങ്ങളിലൊക്കെ വിജയം നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 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 യേശുവേ, 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 ഈശോയെ, ഈശോയെ, കർത്താവായ യേശുവിന്റെ നാമം എല്ലാവർക്കും രക്ഷയായിട്ട് മാറും. ദൈവ ആരാധന നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവം അത് നമുക്ക് വളർത്തിയെടുക്കാം. ദൈവസ്തുതി, ദൈവ ആരാധന നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളെയും വ്യക്തികളെയും യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ, സംരക്ഷണമായിരിക്കട്ടെ. രോഗപീഠകളിലും അസ്വസ്ഥതകളിലൊക്കെ നിങ്ങൾക്ക് ദൈവ കൃപ രക്ഷയായിട്ട് മാറും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.